നിങ്ങൾ ഈ കാണുന്ന തോട്ടമാണ് സയ്യിദന സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുയുടെ തോട്ടം. മദീനയിലാണ് ഈ തോട്ടമുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകൈകളാൽ ഈത്തപ്പനകൾ നടപ്പെട്ടുണ്ടായ തോട്ടമാണിത്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഈത്തപ്പനകൾ നബിയുടെ കാലത്തുള്ളതല്ല. 1500 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ തോട്ടത്തിൽ ഈത്തപ്പനകൾ നടാനുണ്ടായ കാരണം ഇതാണ്. ബനൂ ഖുറൈള ഗോത്രത്തിൽപ്പെട്ട ഒരു ജൂതന്റെ അടിമയായിരുന്നു സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. ഒരിക്കൽ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൽമാനുൽ ഫാരിസിയോട് പറഞ്ഞു, നീ നിന്റെ ഉടമസ്ഥനിൽ നിന്ന് മോചന ദ്രവ്യം നൽകി അടിമത്തത്തിൽ നിന്ന് മോചിതനാവണം. അങ്ങനെ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു തന്റെ ഉടമയോട് മോചനം ആവശ്യപ്പെടുകയും അതിന് എന്താണ് വേണ്ടതെന്ന് ചെയ്തു തരാം എന്ന് പറയുകയും ചെയ്തു. ഉടമസ്ഥനായ ആ ജൂതൻ ഈ കാണുന്ന വലിയൊരു തോട്ടം കാണിച്ചു കൊടുത്തിട്ട് സൽമാനുൽ ഫാരിസിയോട് പറഞ്ഞു, ഇതിൽ 300 ഈത്തപ്പന നടുകയും അതിൽ നിന്ന് ഈത്തപ്പഴം കായ്ക്കുകയും ചെയ്താൽ നിനക്ക് മോചിതനാകാം. എന്നാൽ അതോടൊപ്പം കുറച്ച് സ്വർണവും വേണം. ഈ വിവരം സൽമാനുൽ ഫാരിസി നബിയോട് വന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റു സഹാബാക്കളോട് പറഞ്ഞു, നിങ്ങളുടെ സഹോദരനായ സൽമാനെ സഹായിക്കുക. അങ്ങനെ പല സഹാബികളും പല എണ്ണം ഈത്തപ്പന തൈകൾ നൽകാമെന്നേറ്റു. അതായത് പല സഹാബാക്കളും കൂടി ആ 300 ഈത്തപ്പന ചെടികളും സ്വരൂപിച്ച് കൂട്ടിയത് 50, 30, 20, 10, 15 എന്ന രീതിയിലാണ്. അങ്ങനെ 300 ഈത്തപ്പന ചെടികളായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൽമാനുൽ ഫാരിസിയോടും സഹാബാക്കളോടും കൂടി പറഞ്ഞു, നിങ്ങളെല്ലാവരും ആ ഈത്തപ്പനകൾ നടാനുള്ള കുഴികൾ തയ്യാറാക്കുക. അങ്ങനെ അവരെല്ലാവരും ആ ജൂതൻ കാണിച്ചു കൊടുത്ത ഈ തോട്ടത്തിൽ കുഴിയെടുത്തു. എന്നിട്ട് സഹാബാക്കൾ നബിയുടെ അടുത്ത് ചെന്നിട്ട് കുഴികൾ തയ്യാറായ കാര്യം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ കൂടെ കുഴിയെടുത്ത ഈ തോട്ടത്തിലേക്ക് വരികയും ബിസ്മി ചൊല്ലി സ്വന്തം കൈകൊണ്ട് 300 ഈത്തപ്പന തൈകൾ നടുകയും ചെയ്തു. അങ്ങനെ കുറഞ്ഞ കാലം കൊണ്ട് അതെല്ലാം വളർന്ന് പാകമാകുകയും ചെയ്തു. അതായത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഈത്തപ്പന ചെടികളൊക്കെ വളർന്ന് വലുതായി അതിൽ ഈത്തപ്പഴം ഉണ്ടായി എന്ന്. ഇനി സൽമാനുൽ ഫാരിസിയുടെ മോചനത്തിന് വേണ്ടത് മോചന ദ്രവ്യമായി ആവശ്യപ്പെട്ട സ്വർണമാണ്. അങ്ങനെയിരിക്കെ ഒരിക്കൽ ഒരു സ്വഹാബിക്ക് ലേശം സ്വർണം എവിടെ നിന്നോ ലഭിച്ചു. അതിൽ നിന്ന് ആ സ്വഹാബി ലേശം സ്വർണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞു, എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിച്ചോളൂ. ഉടനെ തന്നെ റസൂലുള്ളാഹി സൽമാനുൽ ഫാരിസിയെ അന്വേഷിച്ചു. സ്വഹാബാക്കൾ സൽമാനുൽ ഫാരിസിയെ നബിയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ആ സ്വർണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൽമാനുൽ ഫാരിസിയെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇത് ഉടനെ തന്നെ ആ ജൂതനായ ഉടമക്ക് നൽകി മോചനം ആവശ്യപ്പെടുക. എന്നാൽ ആ സ്വർണം തന്റെ ഉടമയായ ആ ജൂതൻ ആവശ്യപ്പെട്ട അത്ര ഇല്ലായിരുന്നു. ഈ കാര്യം സൽമാനുൽ ഫാരിസി നബിയോട് പറഞ്ഞു. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ നിന്ന് ഒരു സ്വർണം എടുത്ത് നബിയുടെ വായിൽ വെച്ചിട്ട് അത് ആ സ്വർണ്ണ നാണയങ്ങളുടെ കൂട്ടത്തിലേക്ക് തന്നെ ഇട്ടു. അങ്ങനെ അത്ഭുതത്തോടെ ആ സ്വർണവുമായി തന്റെ യജമാനന്റെ അടുത്തേക്ക് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ചെന്നു. ആ സ്വർണമെടുത്ത് ജൂതൻ തൂക്കി നോക്കി. അത്ഭുതം! ജൂതൻ ആവശ്യപ്പെട്ട സ്വർണം അത്രയും അതിലുണ്ടായിരുന്നു. അതോടുകൂടെ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു സ്വതന്ത്രനായി. ഇനിയും ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് സയ്യിദന സൽമാനുൽ ഫാരിസിയെ കുറിച്ച് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കത് ഒഴിവുപോലെ പിന്നെ പറയാം.